ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണ് എന്നാണ് വീട്ടുകാർ മുഴുവൻ എപ്പോഴും പറയാറുള്ളത്. അവനെക്കുറിച്ച് വീട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. നല്ലവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. പഠനം പൂർത്തിയാക്കിയവൻ ജോലി ചെയ്യാൻ പോയപ്പം ഉണ്ടായൊരനുഭവമാണ് അവനെ ഇതുപോലെ ആക്കി തീർത്തതെന്നാണ് അവർ പരാതി പറയാറുള്ളത്. ഇവൻ വീട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു തരും, ഞങ്ങൾ പറയുന്നതൊക്കെ കൃത്യമായിട്ട് അനുസരിക്കും. അങ്ങനെ ഒരു നല്ല മകനായിരുന്നു അവൻ. പക്ഷേ ഇവനെന്തോ ഇപ്പം ജോലിക്ക് പോയതിന് ശേഷം ആരോട് സംസാരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അവനോട് സംസാരിച്ചപ്പം അവൻ പറഞ്ഞ കാര്യം, ജോലിക്ക് പോയ സ്ഥലത്ത് ഇവൻ്റെ മുഖത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഇവന് തന്നെ എന്തോ ഒരു അപകർഷതാബോധം ഉണ്ട് പണ്ട്. പക്ഷേ ഇപ്പം സംഭവിച്ചത്, ജോലിക്ക് പോയ സ്ഥലത്ത് ഇവൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇവൻ എന്തൊക്കെയോ അങ്ങനെ ആരോടൊക്കെയോ സംസാരിച്ചു എന്ന് തോന്നുന്നു. എന്തോ വെച്ചാൽ എന്തോ ഇവനെക്കുറിച്ച് തന്നെ ഇവനെന്തോ ഒരു അപകർഷതാബോധം ഉള്ളത് അവൻ പ്രകടിപ്പിച്ചു. അപ്പോൾ ആരൊക്കെയോ ഇവന് അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവനെ ആ ഒരു കാരണത്തിൻ്റെ പേരിൽ തന്നെ കളിയാക്കാൻ ശ്രമിച്ചു. ആരൊക്കെയോ അവനോട് പറഞ്ഞു, നിന്നെ കണ്ടാൽ ഒരു ബംഗാളിയെ പോലെ തോന്നുന്നു, നിൻ്റെ മുഖച്ഛായ നിൻ്റെ വീട്ടുകാർ കേരളത്തിലുള്ളവർ തന്നെയൊക്കെയാണോ എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ ഇവന് ആ ഒരു ചോദ്യവും കളിയാക്കലുകളും ഇവനെ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പം അവരത് രസമായിട്ടെടുത്തു. കൂടെ ജോലി ചെയ്യുന്നവർ ഇവനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഈ ഒരു പേരിൽ മാത്രം കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ സ്ഥിരം കളിയാക്കലുകളൊക്കെ ആയപ്പോൾ പിന്നെ കുറേ നാൾ ഇവൻ ഈ കളിയാക്കലുകൾ ഉണ്ടെങ്കിലും സാരമില്ല, ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് അത് അവനെ ബാധിക്കാൻ തുടങ്ങി. ഇവൻ എവിടെ ചെന്നാലും, ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് മാത്രമല്ല, ഇവൻ ബസ് കയറാൻ പോകുമ്പം, റോഡിലൂടെ നടന്നു പോകുമ്പം ഇവനെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവൻ ചിന്തിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നെ കണ്ടാൽ ഒരു ബംഗാളിയെ പോലെ തോന്നും, എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് ഇവൻ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം വീട്ടിൽ വന്ന് അമ്മോട് ചോദിക്കും, എന്നെ കാണുമ്പോൾ എങ്ങനെയുണ്ട് അമ്മേ, എൻ്റെ മുഖത്ത് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, ഇവനിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ സാവകാശം ഇവന് സംഭവിച്ചത്, ഇവൻ ജോലിക്ക് പോകാതെയായി. ഇവൻ പറഞ്ഞു, എനിക്ക് അവിടെ ജോലിക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെയുള്ളവർ എന്നെ കളിയാക്കുന്നു, എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരു മുഖച്ഛായ ഉണ്ടെന്ന് പറയണേ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവൻ തന്നെ പറയുന്നു, ശരി, അവർ പറയുന്നത് എനിക്കിങ്ങനെ പ്രത്യേകതയുണ്ട്, എൻ്റെ മോൻ കണ്ടാലൊരു ഇങ്ങനെ മലയാളിയെ പോലെ തോന്നിക്കില്ല, എനിക്കെന്തോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവൻ തന്നെ പറയാൻ തുടങ്ങി. അപ്പോൾ പണ്ടേ ഇവനെക്കുറിച്ച് ഇവൻ തന്നെ ഒരു ചിന്തയുണ്ട്, ഇവനെന്തോ മുഖത്തിൻ്റെ പ്രത്യേകതയുണ്ട് എന്നുള്ളത്. പക്ഷേ വാസ്തവത്തിൽ ഇവനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അങ്ങനെ ഒരു പ്രശ്നമേ ഇവനില്ല. ആരൊക്കെയോ പണ്ട് കളിയാക്കി സംസാരിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ജോലിക്ക് പോയ സ്ഥലത്തും കളിയാക്കി. പക്ഷെ ഇവനെ കാഴ്ചയിൽ നമുക്ക് സാധാരണ ഒരു വ്യക്തി, യാതൊരു കുറവുകളില്ലാത്തൊരു സാധാരണ വ്യക്തി. പക്ഷേ ഇവനെ സംബന്ധിച്ച് ഇവനെപ്പോഴും ഇവനെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്തൊക്കെയോ കുറവെനിക്കുണ്ട്, എന്തൊക്കെയോ ഒരു പ്രശ്നം ഇവനുണ്ട്, ഇവനെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇവൻ ജോലിക്ക് പോകാതെയായി, വീട്ടിലിരിക്കും, ആരോടും സംസാരിക്കില്ല, കുറേയേറെ സമയം ഇവൻ മൊബൈൽ നോക്കിയിരിക്കും. വീട്ടുകാർ വഴക്ക് പറയുമ്പം എന്തെങ്കിലും, നീ എപ്പോഴും ഇവിടെ മുറിയിൽ കതകടച്ചിരുന്നു, നീ എപ്പോഴും ഇങ്ങനെ മുറിയിലിരുന്നു, നീ ജോലിക്ക് പോകില്ല എന്ന് വഴക്കൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ പിന്നീട് അവൻ സാവകാശം ഇവൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇവന് പണ്ട് പരിചയമുള്ള കൂട്ടുകാരുടെ അടുത്തേക്ക്. അവർ ഇവൻ്റെ ഈ വിഷമവും ഇവൻ്റെ ഈ പ്രശ്നവും പരിഹരിക്കാൻ കണ്ടെത്തിയ മാർഗങ്ങളെന്ന് വെച്ചാൽ, അവർ കൂട്ടുകൂടി കുറേശ്ശെ അവർ വലിക്കാൻ തുടങ്ങി. ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് സിഗരറ്റ് വലിക്കുക, ഒപ്പം മദ്യം കഴിക്കുക, പിന്നെ കൂട്ടത്തിൽ അവന് അല്പം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് മാറി. എന്ന് വെച്ചാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ആകെ ഇവൻ സുരക്ഷിതമായിട്ട് തോന്നുന്നത് ഇവന് പരിചയമുള്ള സുഹൃത്ത് വലയത്തിലേക്ക് പോവുക. അവരാണ് ഇവൻ്റെ സങ്കേതം, ഇവൻ്റെ ആശ്രയം. അപ്പോൾ അവരോട് കൂടെ കുറേ സമയം ചെലവഴിക്കും. വീട്ടുകാർക്ക് മനസ്സിലാകാൻ തുടങ്ങി, ഇവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. ജോലിക്ക് പോകില്ല എന്നുള്ളത് മാത്രമല്ല, ജോലിക്ക് പോകാതിരിക്കുന്ന സമയത്ത് ഇവൻ ഇത്തരത്തിലുള്ള ചില സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ട്. ഇവൻ്റെ ചില നേരത്തെ ഇവൻ്റെ സ്വഭാവം കാണുമ്പം മനസ്സിലാകുന്നുണ്ട്, ഇവൻ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇവൻ പുറത്തു പോയിട്ട് വരുമ്പം നേരം വൈകുന്നു. ഇവനോട് ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവൻ പറയുന്നു, ഞാൻ കൂട്ടുകാരുടെ കൂടെയായിരുന്നു,
ഞാൻ അവരെ കൂടെ ആയിരിക്കുമ്പോഴാണ് കുറച്ചും സന്തോഷം അനുഭവിക്കുന്നത്. എനിക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ല, നിങ്ങൾ എനിക്ക് സ്വസ്ഥത തരുന്നില്ല, ജോലിക്ക് പോകാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് പരിചയമില്ലാത്ത ഏത് സ്ഥലങ്ങളിലും, എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഏത് സാഹചര്യങ്ങളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവനെന്തോ പ്രശ്നമുണ്ടെന്ന് മറ്റുള്ളവർ നോക്കുന്നുണ്ട്, മറ്റുള്ളവർ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ്. ഇനി ഇവരുടെ ബന്ധുവീടുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ പോലും ഇവന് തോന്നുകയാണ്, ഒന്നാമത് ഇവൻ ജോലി നിർത്തി പോകുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ അവനെ നോക്കുന്നത് അത്തരത്തിലുള്ള കണ്ണിലൂടെ ആയിരിക്കും എന്നൊരു ചിന്ത അവനുണ്ട്. ഒപ്പം ഇവൻ ചിന്തിച്ചു തുടങ്ങി, അവരും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ എനിക്കെന്തോ കുറവുണ്ട് എന്ന രീതിയിലാണ്. അപ്പോൾ വാസ്തവത്തിൽ എല്ലാവരും ഇവന് കുറവുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവനിങ്ങനൊരു പ്രത്യേകതയുണ്ട്, ഇവൻ്റെ മുഖം ഇങ്ങനെയാണ്, ഇവൻ്റെ ശരീര പ്രത്യേകത വ്യത്യാസമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് എന്ന് ഇവൻ ആലോചിച്ച് ഇവനെ തന്നെ ഇവൻ ഒതുക്കി കളയാണ്. ഇവനിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ആകെ ഇവൻ ആശ്രയമുള്ളത് മൊബൈൽ ഫോൺ. അവിടെ ഇവൻ ആരും കുറ്റപ്പെടുത്തില്ലല്ലോ. അവിടെ ഇവൻ കുറേ സമയം ചെലവഴിക്കാൻ തുടങ്ങി. പിന്നെയുള്ള സമയങ്ങളിലൊക്കെ ഇവൻ ഈ കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ നേരം വൈകി വീട്ടിലേക്ക് വരുന്നു, വളരെ നേരം വൈകി എഴുന്നേൽക്കുന്നു. അങ്ങനെ ഇവൻ്റെ ജീവിതം ഒരു ക്രമരഹിതമായ ജീവിതമായിട്ട് മാറി. യാതൊരു ക്രമമില്ലാത്ത ജീവിതം. ജോലിക്ക് പോകുന്നില്ല, ആരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അമ്മയ്ക്കും ഇവൻ്റെ അപ്പനും അറിയാം ഇവൻ നല്ല കുട്ടിയാണ്, പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനെ ആയിപ്പോയി, ഇവൻ്റെ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇവൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഒരു പക്ഷേ ചെറുപ്പത്തിലെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില ഇവൻ്റെ മുഖത്തെക്കുറിച്ചോ ഇവൻ്റെ ശരീരത്തെക്കുറിച്ചോ ആരെങ്കിലും നടത്തിയ ഒരു തെറ്റായ പരാമർശം. എന്ന് വെച്ചാൽ നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട്, നിനക്കെന്തോ ഒരു കുറവുണ്ട്. ഒരു പക്ഷേ ആരെങ്കിലും കളിയാക്കി യാദൃശ്ചികമായിട്ട് പറഞ്ഞതാകാം. പക്ഷേ അവൻ്റെ ഉള്ളിലത് വലിയ ഒരു കാര്യമായിട്ട് അവൻ എടുത്തു. എന്ന് വെച്ചാൽ എനിക്കെന്തോ പ്രശ്നമുണ്ട്, എന്നെ കാണുന്നവരൊക്കെ എനിക്കെന്തോ കുറവുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്, എനിക്കെന്തോ ഒരു ശാരീരികമായ ഒരു കുറവുള്ളൊരു വ്യക്തിയായിട്ട് അവനെ തന്നെ അങ്ങോട്ട് ലേബൽ ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവൻ പഠിക്കുന്ന സാഹചര്യങ്ങളിലും അവൻ ജോലി ചെയ്യാൻ പോയ സാഹചര്യങ്ങളിലൊക്കെ മറ്റുള്ളവർ ഇവനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അധികം ഇവൻ കോൺഷ്യസ് ആയിരുന്നു ഇവനെക്കുറിച്ച് തന്നെ. ഞാൻ എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെ നടക്കും, ആളുകൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്, എൻ്റെ മുഖം എങ്ങനെയുണ്ട് എന്നൊക്കെ അമിതമായിട്ട് ഇവനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇവനെക്കുറിച്ച് തന്നെയുള്ള ചിന്തകളിൽ നിന്നാണ് മറ്റുള്ളവർ ഇവനെ വിലയിരുത്താൻ തുടങ്ങിയതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇവൻ തന്നെയാണ് ഇവരോട് ചോദിച്ചത്, എന്നെ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ. പിന്നെ അവിടെ നിന്നാണ് ഇവനെ മറ്റുള്ളവരെ കളിയാക്കാൻ തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ സംഭവിച്ചൊരു കാര്യം, സ്വയം അവനെക്കുറിച്ച് തന്നെ വിലയിരുത്തിയത് വളരെ താഴ്ന്ന രീതിയിലാണ്. നമ്മൾ സാധാരണ സൈക്കോളജിയിൽ പറയുന്ന ലോ സെൽഫ് എസ്റ്റീം അവന് സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ ലോ സെൽഫ് എസ്റ്റീമിന് കാരണങ്ങൾ പലതാകാം, പക്ഷേ ഒരുപക്ഷെ വളർച്ചയിൽ സംഭവിച്ചൊരു കാരണമാകാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവൻ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ശ്രമിച്ചത് വളരെ ക്രിയാത്മകമായ രീതിയിലല്ല. അവൻ അതിന് കണ്ടെത്തിയൊരു മാർഗം എന്ന് പറയുന്നത് സ്വയം ഉൾവലിയ എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് മാറി അവനെ തന്നെ അവൻ്റെ വീട്ടിലെ ഒരു മുറിയിലേക്ക് അവൻ ഒതുക്കി. എന്നിട്ട് അവൻ്റെ ലോകത്ത് തന്നെ മാത്രം ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു. അവൻ അങ്ങേയറ്റം ഒരു വിഷാദത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സമയത്താണ് അവൻ വീണ്ടും മൂന്നാമതൊരു പ്രശ്നത്തിലേക്ക് കയറുന്നത്. അവനെ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത് അവന് ഏറ്റവും പരിചയമുള്ള സൗഹൃദ വലയത്തിലേക്കാണ്. എന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവനൊരു സുരക്ഷിതമായൊരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ സുരക്ഷിതമായ അവസ്ഥയെ അവൻ നിലനിർത്താൻ ശ്രമിച്ചത് അവർക്കുള്ള എല്ലാ ശീലങ്ങളും എനിക്കുണ്ടാവുക. എന്ന് വെച്ചാൽ അവൻ കരുതിയത് അവരെ സമൂഹം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അവർ വളരെ സന്തോഷത്തോടെ പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഇത്തരത്തിലുള്ള ശീലങ്ങളിൽ തുടരുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ അതാണ് അവർക്ക് ധൈര്യം പകരുന്നത്. അപ്പം ഇവൻ വിചാരിച്ചു, ഇത് തന്നെ എൻ്റെ ജീവിതത്തിലും തുടരുക. ആകെ സന്തോഷമുള്ള സൗഹൃദങ്ങൾ ഇവരാണ്. അപ്പോൾ ആ സൗഹൃദങ്ങൾ നിലനിർത്താൻ ഏതൊക്കെ ശീലങ്ങൾ, ഏതൊക്കെ അറ്റം വരെ പോകാൻ പറ്റുമോ അതിലേക്കൊക്കെ പോവുക. എന്നിട്ട് അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക. അതാണ് ഇവൻ ആഗ്രഹിച്ച കാര്യം. ഒരു പക്ഷേ പലരും മാറി മാറി വരുന്നുണ്ടാകാം, പക്ഷെ ആ സങ്കേതമാണ് ഇവനെ സന്തോഷിപ്പിക്കുന്നതെന്ന് അവൻ ഒന്ന് നിശ്ചയിച്ചുറപ്പിച്ചു. അതുകൊണ്ട് തന്നെ വേറെ ഒരു സ്ഥലവും അവന് സുരക്ഷിതമല്ല. വേറെ എവിടെ പോയാലും കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ കളിയാക്കും, അവനെക്കുറിച്ച് തന്നെ വിലയിരുത്തുന്നത് തെറ്റായിട്ടായിരിക്കും. അതുകൊണ്ട് അവൻ കണ്ടെത്തിയ മാർഗം
ഈ സൗഹൃദങ്ങളുടെ കൂടെ ആയിരിക്കുക. അവരുടെ എല്ലാ ശീലങ്ങളും എൻ്റെയും ശീലങ്ങളാവുക. അവനെക്കുറിച്ച് തന്നെ വിലയില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ വിലയാണ് എൻ്റെ വിലയെന്ന് അങ്ങനെയൊന്ന് ഒരു ധാരണയിലായിപ്പോയി. അപ്പം അതുകൊണ്ട് അവൻ ഈ ശീലങ്ങളിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയായി. വാസ്തവത്തിൽ അവൻ അറിയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശീലങ്ങൾ തന്നെ അവൻ്റെ ശരീരത്തെയും അവൻ്റെ മുഖത്തെയും മാറ്റി എന്നുള്ളതാണ് വേറെ സത്യം. ചിലപ്പോഴെങ്കിലും നമ്മൾ കണ്ടെത്തിയാൽ, ചിലപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ചില ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില ശീലങ്ങളിലുള്ളവരോട് സംസാരിക്കുമ്പോഴോ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അല്ലേ. ഒരു ചുണ്ട് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് പറയും പുകവലിക്കുന്ന ആളാണല്ലേ എന്ന് വെച്ചാൽ മുഖം തന്നെ മാറി എന്നുള്ളത് സത്യമാണ്. സ്ഥിരം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. മദ്യം കഴിച്ച ഒരവസ്ഥയിലുള്ളൊരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നിയന്ത്രണക്കുറവും മുഖത്തിൻ്റെ പ്രത്യേകതകളും കണ്ണും നോക്കിയാൽ നമുക്കറിയാം മദ്യം കഴിച്ച ഒരാളാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെ കാര്യങ്ങളാണോ അവനിലുണ്ടെന്ന് അവൻ കരുതി അവനെ തന്നെ തെറ്റായി വിലയിരുത്തിയത്, അതിലേക്ക് തന്നെ അവൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേറെ സത്യം. എന്ന് വെച്ചാൽ അവൻ വിചാരിച്ചു മറ്റുള്ളവർ എന്നെ കാണുമ്പം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്കെന്തോ പ്രത്യേകതയുണ്ടെന്ന്. വാസ്തവത്തിൽ ഒരു പ്രത്യേകതയും ഒരു തെറ്റും ഒരു കുറവും അവന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഭയത്തിൽ നിന്നോ ഒരു ആകുലതയിൽ നിന്നോ ഈ കുറവിൽ നിന്നോ അവൻ കരകയറാൻ ശ്രമിച്ചത് അവൻ്റെ ശരീരത്തെ മാറ്റുന്ന വേറൊരു കുറവിലേക്കായി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ പറയുന്നു ഈ വിഷാദവും ഈ സങ്കടമൊക്കെ കുറയുന്നത് ചിലപ്പോൾ എനിക്ക് ഈ കൂട്ടുകാരുടെ കൂടെ ഈ ശീലങ്ങളിലായിരിക്കുമ്പോൾ ആണെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവന് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാനോ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനോ ധൈര്യമില്ലാത്തൊരവസ്ഥയായി. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അവനൊരു മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവൻ്റെ മുഖത്തിന് യാതൊരു കുഴപ്പമില്ല. ഇത്രയും എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ഒരു വൈകല്യങ്ങളും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ. നമുക്ക് അതിശയം തോന്നും എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ തോന്നുന്നത്. ഒരു കുറവുകളില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും വിലയിരുത്തി അവനോട് ചോദിക്കാൻ തുടങ്ങി. നിൻ്റെ കൈക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, നിൻ്റെ കാലുകൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, നിൻ്റെ കാഴ്ചയ്ക്ക് വല്ല കുറവുകളുണ്ടോ? ഇല്ല, ഒരു കുറവുമില്ല. പക്ഷേ ഇവൻ്റെ രൂപഭാവത്തിന് എന്തോ കുറവുണ്ടെന്ന് ഇവൻ ചിന്തിച്ചു പോകുന്നു. നമ്മൾ വേറൊരു വ്യക്തിയുടെ ഒരു മുഖം ശരീരം കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പം ഇതുപോലെ തന്നെയല്ല നീയും. അല്ല, ഇവൻ വേറെന്തോ കുറവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് മനഃപൂർവ്വം. അപ്പോൾ നമ്മൾ ഇവനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ നിൻ്റെ നീ എന്ന് പറയുന്ന വ്യക്തിയെ അംഗീകരിക്കാൻ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരുപക്ഷെ ചെറുപ്പത്തിലെങ്കിലും എവിടെന്നെങ്കിലും കേട്ട ചില തെറ്റായ അറിവുകൾ നിന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ശ്രമം. ഒരുപക്ഷെ നമ്മൾ ഒരു കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനുള്ള ചില സാഹചര്യങ്ങളിലോ അവനെ ധൈര്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം നീ എന്ന് പറയുന്ന വ്യക്തി കുറവുകളില്ലാത്ത നല്ല ഒരു ആരോഗ്യമുള്ള വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നിനക്കുണ്ട്. നടക്കാം, സംസാരിക്കാം, കാണാം, കൈകൊണ്ട് ജോലി ചെയ്യാം. നിൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നും തന്നെ ഒരു വൈകല്യങ്ങളല്ല എന്ന് അവനെ തന്നെ വിലയിരുത്തേണ്ട സമയമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ സ്വന്തം ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് ഞാനാണോ അതോ മറ്റുള്ളവരാണോ? വാസ്തവത്തിൽ സംഭവിച്ചു പോയൊരു കാര്യം, അവൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾ അല്ലെങ്കിൽ അവൻ ആരാണെന്ന് അവന് കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവൻ കണ്ടെത്തിയത് തെറ്റായതിൻ്റെ പേരിലാകാം മറ്റുള്ളവർ പറയുന്നതാണ് ശരിയെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലിയിൽ ചെയ്യുന്ന കൂട്ടുകാർ പറയുന്നത്, സഹപ്രവർത്തകർ പറയുന്നതാണ് ശരിയെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കാണിച്ചൊരു മാർഗം അവൻ്റെ സൗഹൃദ വലയം. അവർ പറയുന്നതാണ് ശരിയെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം ജീവിതത്തെ വളർത്താൻ ശ്രമിക്കുമ്പം, സ്വന്തം ജീവിതത്തെ പടുത്തുയർത്താൻ ശ്രമിക്കുമ്പം മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം ജീവിതത്തെ സ്വയം മനസ്സിലാക്കി സ്വയം വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയും. പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യം, ഞാൻ എങ്ങനെയായിപ്പോയി, എന്നെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല, എന്നെ മറ്റുള്ളവർ തെറ്റായി മനസ്സിലാക്കി, എന്നെ കളിയാക്കി. വാസ്തവത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്നെക്കുറിച്ച് വ്യക്തമായൊരു അറിവുണ്ടെങ്കിൽ ഞാൻ അവർ പറയുന്നത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാം.
അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത്, ഈ ചെറുപ്പക്കാരന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷനാണ്. എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുക. എനിക്ക് എന്തുമാത്രം നന്മകളുണ്ട് എൻ്റെ ജീവിതത്തിൽ, ഞാൻ എന്തുമാത്രം കഴിവുള്ളവനാണ്, എന്തുമാത്രം ശാരീരികമായിട്ട് ഞാൻ ബലപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ചിലപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെയുള്ളവരോട് പറയാൻ സാധിക്കുന്നൊരു കാര്യം, നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുമ്പം ഏതെങ്കിലും അംഗവൈകല്യങ്ങളുള്ള വ്യക്തികൾ താമസിക്കുന്ന ചില സാഹചര്യങ്ങളൊന്ന് കാണുന്നത് നല്ലതാണ്. കാരണം അവരെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഞാൻ എന്തുമാത്രം സാധ്യതകളുള്ള വ്യക്തിയാണെന്ന്. അതുകൊണ്ട് അങ്ങനെ ശാരീരികമായിട്ട് വൈകല്യങ്ങളുള്ളവർ, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം കഴിവുകളാണ് എനിക്ക് ഈശ്വരൻ തന്നത്, ദൈവം തന്നത്. അപ്പോൾ ആ ദൈവത്തിന് നന്ദി പറയാൻ എൻ്റെ ജീവിതത്തെ, എനിക്ക് കിട്ടിയ നല്ല നല്ല കഴിവുകളെ, എൻ്റെ ശാരീരികമായിട്ടുള്ള നല്ല സാധ്യതകളെ, സാഹചര്യങ്ങളെ, ആരോഗ്യത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ശ്രമം കൂടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ യാതൊരു ഭയപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പം വീട്ടുകാരുടെ മുമ്പിലാണെങ്കിലും നാട്ടുകാരുടെ മുമ്പിലാണെങ്കിലും എനിക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റും. ഒരു പക്ഷേ മറ്റുള്ളവർ എന്നെ വിലയിരുത്തുന്നത് ഞാൻ സ്ഥിരമായി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ചില കാലഘട്ടങ്ങളിലോ ചില സമയങ്ങളിലോ നമുക്കുണ്ടായ ചില കുറവുകളല്ല നമ്മളെ ആളുകൾ മൊത്തത്തിൽ വിലയിരുത്തുന്നത്. നമ്മൾ സ്ഥിരമായ ഒരു ആരോഗ്യമുള്ള മനസ്സും ശരീരവും നമുക്കുണ്ടോ? അപ്പോൾ അതാണ് നമ്മളെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്കുണ്ടായ ചില കുറവുകളുടെ പേരിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വ്യക്തി മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തു വരിക. ഒരുപക്ഷെ ഞാനിപ്പോൾ ഇരിക്കുന്ന സാഹചര്യം ശരിയല്ല, ഞാനിങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്നാൽ പോരാ, മറ്റുള്ളവരല്ല എന്നെ നിയന്ത്രിക്കേണ്ടത്. ഞാൻ സർക്കസ് കൂടാരത്തിലെ കുരങ്ങൻ്റെ അവസ്ഥയിലല്ല, ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ കൈത്തുമ്പിലുള്ള ഒരു നിയന്ത്രണത്തിലുള്ള വ്യക്തിയല്ല ഞാൻ. എനിക്ക് എൻ്റേതായ ചില നിലപാടുകളുണ്ട്, എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവുകളുണ്ട്, എൻ്റേതായ സാധ്യതകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ശക്തമായൊരു പരിശ്രമം നടത്തിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അതിന് മറ്റുള്ളവരെ ആശ്രയിക്കരുത്, ഞാൻ എന്നിൽ തന്നെ നന്മ കണ്ടെത്തി ഞാൻ അവിടെ നിന്ന് പുറത്ത് ചാടിയേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ബലപ്രയോഗിച്ചുള്ള മനഃപൂർവ്വമായ ചില ശ്രമങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ ഞാൻ ഈ ശീലങ്ങളിൽ നിന്ന് മാറണം. ജോലി സാധ്യതകളിലേക്ക് ഞാൻ എന്നെ തന്നെ നിർബന്ധപൂർവ്വം ഞാൻ ജോലിക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ എൻ്റെ സാമൂഹ്യമായ ആകുലത, അല്ലെ സോഷ്യൽ ആങ്സൈറ്റിയെ മാറ്റി ഞാൻ തന്നെ ഒരു നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് മാറുന്നൊരു സാഹചര്യത്തിലേക്ക് മാറ്റാൻ ഈ ചെറുപ്പക്കാരൻ സ്വയം പരിശ്രമിക്കണം. ഒരു പക്ഷേ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ സഹായം തേടുന്നതായിരിക്കും. ഒരു പക്ഷേ ആ വീട്ടിൽ നിന്ന് ഒരു പക്ഷേ മാറുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് സ്വയം ഒന്ന് ശക്തിപ്പെടുത്തി ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളുണ്ടായാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പോരാളിയുടെ മനസ്സ് ഈ വ്യക്തിക്കുണ്ടാകട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോരാളിയുടെ മനസ്സോടെ കൂടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയിക്കും, മാറ്റങ്ങളുണ്ടാകും.